നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ രഹസ്യമാക്കി വെച്ച മലമ്പുഴയിലെ സാനിറ്ററി ലാൻഡ്ഫിൽ പദ്ധതിക്കാവശ്യമായ ഭൂമി പരിശോധിക്കാനെത്തിയ റവന്യൂ സംഘത്തെ തടഞ്ഞ് തിരിച്ചയച്ചു. ഉദ്യോഗസ്ഥരെ തടഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന്. വൻ പോലീസ് സന്നാഹമുണ്ടായിട്ടും റവന്യൂ സംഘത്തിന് സ്ഥലപരിശോധന ആരംഭിക്കാനായില്ല. പരിസ്ഥിതി വിരുദ്ധമായതുകൊണ്ടാണ് സർക്കാർ പദ്ധതി അതീവ രഹസ്യമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വിയ്യൂർ ജയിലിൽ സഹതടവുകാരന്റെ മർദ്ദനം. ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലത്തെ മർദ്ദിച്ചത് വധശ്രമക്കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന രഹിലാൽ. മർദ്ദനം നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേടാ എന്ന് ആക്രോശിച്ച്. ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ തന്നെ റദ്ദാക്കി. പ്രതിഷേധമുയർന്നത് ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലായിരിക്കെ അനുപമ വിഷയത്തിൽ ഷിജു ഖാൻ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ. ഷിജു ഖാൻ പങ്കെടുക്കുന്ന സെഷൻ റദ്ദാക്കിയെങ്കിലും സാഹിത്യോത്സവത്തിന് ഡിവൈഎഫ്ഐ നേതാവ് എത്തിയേക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ. വളനംകുറിശി ROB നിർമ്മാണം 2ാമത്തെ സർവീസ് റോഡും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രദേശത്തെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരം. ഭാരം കൂടിയ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടത്തിവിടരുതെന്നും ഇത്തരം വാഹനങ്ങൾ തടയുമെന്നും നാട്ടുകാർ. RSS അജണ്ടകൾക്കെതിരായ പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ ഓർമ്മകളെന്ന് കോഴിക്കോട് കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. ഒറ്റപ്പാലത്ത് പൂക്കാസ സെമിനാർ അടിയന്തരാവസ്ഥ ഓർമ്മയും പ്രതിരോധവും എന്ന വിഷയത്തിൽ. അനധികൃത വഴിയോര കച്ചവടത്തിനും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടി കടുപ്പിച്ച് ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു തുടങ്ങി. നടപടി നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവിനെ തുടർന്ന്. സംസ്ഥാന സർക്കാരിന്റെ അവഹേളനം സഹിക്കേണ്ട ഗതികേടിലാണ് CPM അനുകൂല സംഘടനകളെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം. സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാക്കി. പാലക്കാട്ട് അസോസിയേഷൻ വനിതാ ഫോറം ശില്പശാല. വടക്കാഞ്ചേരിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ ഷോക്കേറ്റ KSEB കരാർ തൊഴിലാളിയുടെ നില ഗുരുതരം. പാലക്കാട് സ്വദേശിയായ തൊഴിലാളിയെ ഓട്ടുപാറ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോട്ടായി കരിയങ്കോട് കർഷകൻ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ. വൈദ്യുതി മേഖലയിൽ അപകടങ്ങളും മരണങ്ങളും പെരുകുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം. യോഗം ചേർന്നത് ഒറ്റപ്പാലത്ത്. വാർത്തകൾ വിശദമായി. സർക്കാർ രഹസ്യമാക്കി വെച്ച മലമ്പുഴയിലെ സാനിറ്ററി ലാൻഡ്ഫിൽ പദ്ധതിക്കാവശ്യമായ ഭൂമി പരിശോധിക്കാനെത്തിയ റവന്യൂ സംഘത്തെ തടഞ്ഞ് തിരിച്ചയച്ചു. കോൺഗ്രസ് പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്നാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. മലമ്പുഴ മാന്തുരുത്തിയിൽ അതീവ രഹസ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാനിറ്ററി ലാൻഡ്ഫിൽ പദ്ധതിക്കാവശ്യമായ ഭൂമി പരിശോധിക്കാനെത്തിയ റവന്യൂ സംഘത്തെയാണ് കോൺഗ്രസ് പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞ് തിരിച്ചയച്ചത്. പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ലാൻഡ്ഫിൽ വിരുദ്ധ സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കനത്തതോടെ ഭൂമി പരിശോധന നടത്താനാവാതെ റവന്യൂ സംഘം തിരിച്ചുപോയി. വൻ പോലീസ് സന്നാഹത്തോടെയാണ് LR ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലപരിശോധനയ്ക്കായി എത്തിയത്. രാവിലെ 10 മണി മുതൽ പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ലാൻഡ്ഫിൽ വിരുദ്ധ സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധക്കാരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. മനുഷ്യാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്ന ഇമേജിനും മലമ്പുഴ ഡാമിനോടും ചേർന്ന സ്ഥലമാണ് സാനിറ്ററി മാലിന്യ സംസ്കരണത്തിനായി സർക്കാർ കണ്ടുവച്ചത്. സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും ഇതിനോട് ചേർന്ന ഭൂമിയും ഏറ്റെടുത്ത് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനായിരുന്നു പദ്ധതിയെക്കുറിച്ച് ജില്ലാ വികസന സമിതി യോഗത്തിലും സ്ഥലം MLA A. പ്രഭാകരനോടും ചോദ്യങ്ങളുണ്ടായെങ്കിലും പദ്ധതിയെക്കുറിച്ച് വ്യക്തതയില്ലെന്നായിരുന്നു പ്രതികരണം. പദ്ധതി ഘടനയെക്കുറിച്ച് MLA ന്യായീകരിക്കാനും ശ്രമിച്ചു. മലമ്പുഴ ഡാം ഉൾപ്പെടെ ജലസ്രോതസ്സുകളെ മാലിന്യ കേന്ദ്രമാക്കുന്നതും മലമ്പുഴയെ മരുഭൂമിയാക്കുന്നതുമാണ് പദ്ധതിയെന്ന് കോൺഗ്രസ് പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ആരോപിച്ചു. പദ്ധതിയിൽ സാമൂഹിക ജനവിരുദ്ധ ദ്രോഹ നടപടികളില്ലെങ്കിൽ രഹസ്യമാക്കി വെച്ചതെന്തിനാണെന്നും സമരക്കാർ ചോദിക്കുന്നു. പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ, ലാൻഡ്ഫിൽ വിരുദ്ധ സമിതി കൺവീനർ ബോബൻ മാട്ടുമന്ത, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവൻ, പുതുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രത്യൂഷ്, സജീവ് ചിറ്റിലഞ്ചേരി, സുനിമോൻ കാളിപ്പാറ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിൽ മർദ്ദനം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ബീഹാർ സ്വദേശി അസ്ഫാക്ക് ആലത്തിനാണ് സഹതടവുകാരന്റെ മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. സഹതടവുകാരനായ രഹിലാലാണ് മർദ്ദിച്ചത്. ഇയാൾ വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന ആളാണ്. നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും അല്ലേടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചായിരുന്നു മർദ്ദനം. കയ്യിലുണ്ടായിരുന്ന സ്പൂൺ ഉപയോഗിച്ച് അസ്ഫാക്ക് ആലത്തിൻ്റെ തലയിലും മൂക്കിലും കുത്തുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ ഉടൻ ജയിലധികൃതർ ചികിത്സയ്ക്ക് വിധേയമാക്കി. സംഭവത്തിൽ രഹിലാലിനെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. 2023 ജൂലൈ 28-നാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം അസ്ഫാക്ക് ആലം നടത്തിയത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 5 വയസ്സുകാരിയെ ശീതളപാനീയം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിന് സമീപം എത്തിച്ച് മദ്യം നൽകി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടയിലാണ് സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ തന്നെ റദ്ദാക്കി. ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ സ്വീകരിച്ച വിവാദ നിലപാടുകളിലാണ് പ്രതിഷേധം. കുട്ടികളും പൗരരാണ് എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ അധ്യക്ഷനായിരുന്നു ഷിജു ഖാൻ. കുട്ടികളുടെ വിഷയം ചർച്ച ചെയ്യുന്ന വേദിയിൽ ഷിജു ഖാനൊപ്പം വേദി പങ്കിടാൻ ആവില്ലെന്നറിയിച്ച് സഹപാനലിസ്റ്റായ അഡ്വക്കേറ്റ് കുക്കു ദേവകി പിന്മാറിയതിന് പിന്നാലെ സാംസ്കാരിക മേഖലയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഷിജു ഖാനെതിരെ ഉയർന്നത്. ഷിജു ഖാനെ സ്വമേധയാ പരിപാടിയിൽ നിന്ന് പിൻവലിപ്പിക്കാൻ സാഹിത്യ അക്കാദമി ശ്രമം നടത്തിയെങ്കിലും തയ്യാറായില്ല. ഡിവൈഎഫ്ഐ CPM നേതൃത്വത്തിൻ്റെ ഇടപെടലും വിഫലമായി. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഷിജു ഖാൻ പ്രഖ്യാപിക്കുകയും ഡിവൈഎഫ്ഐ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സാഹിത്യ അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന കവി K. സച്ചിദാനന്ദൻ കടുത്ത നിലപാടെടുത്തു. ഒടുവിൽ സെഷൻ തന്നെ ഒഴിവാക്കി വിഷയത്തിന് പരിഹാരം കാണുകയായിരുന്നു അക്കാദമി. അത് ഫോർമലായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ആ സെഷൻ ഉണ്ടാവില്ല എന്നാണ്. എന്തായിരുന്നു മാഷ് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ കാരണം? അത് ഞാനെടുത്തൊരു തീരുമാനമല്ല, ഞങ്ങൾക്കൊരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്. അക്കാദമി അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ പ്രശ്നം അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തത്, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, അത് വരാതിരിക്കുകയല്ലേ നല്ലതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോഴും ഏതായാലും പിന്നീടുള്ള ഞങ്ങളുടെ കൂടി മിക്കവാറും ആ സെഷൻ ഇല്ലാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ വേറെ 2 സെഷൻസ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ആ സെഷൻസ് കമ്പൈൻ ചെയ്യാമെന്ന്. ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇന്നലെ ഇത്തരം ചർച്ചകളൊക്കെ പോകുന്ന സമയത്ത് ഇന്നലെ ഡിവൈഎഫ്ഐ അടക്കം ഷിജു ഖാനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായിട്ട് രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇത് ഇങ്ങനെ ഒരു നീക്കം പാടില്ല. എനിക്കും കുറേ മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഉണ്ട്. എനിക്കും അത് വാസ്തവത്തിൽ ഇതൊരു പഴയ ഇഷ്യൂ ആണല്ലോ എന്നുള്ള പേഴ്സണലി എൻ്റെ ഫീലിംഗ് അതാണ്. എത്ര കാലം നമ്മൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഒക്കെ എനിക്ക് പേഴ്സണലി ഉണ്ട്. പക്ഷേ പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇവിടെ ഒരു ബഹളം ഉണ്ടാവാതിരിക്കാൻ അങ്ങനൊരു സെഷൻ ഒഴിവാക്കാൻ നല്ലതെന്നല്ല. അതേസമയം സാഹിത്യോത്സവ വേദിയിലേക്ക് എത്തുമെന്ന നിലപാടിലാണ് ഷിജു ഖാൻ എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാടനംകുറിശ്ശിയിലെ 2ാമത്തെ സർവീസ് പാതയും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇതോടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വൺവേ സംവിധാനമായി. അതേസമയം ഭാരം കൂടിയ വാഹനങ്ങളെ കടത്തിവിട്ടാൽ തടയുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. വാടനംകുറിശ്ശി പ്രദേശം ഗതാഗതക്കുരുക്കിലമർന്ന് പല ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഇതിനെല്ലാം പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വാടനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം 2ാം സർവീസ് പാതയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. കട്ടവിരിക്കലും വശം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും പൂർത്തിയായതോടെയാണ് ഇത്. ഇതോടെ പ്രദേശത്ത് വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി വൺവേ സംവിധാനമായി. രാവിലെ ഷൊർണൂർ പോലീസും നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികൃതരും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് മറുവശത്തെ സർവീസ് പാത കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിലൂടെ വലിയ വാഹനങ്ങൾ ഒഴികെ 2 ദിശയിൽ നിന്നും ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിനും ഇടവരുത്തിയിരുന്നു. 2ാമത്തെ സർവീസ് പാത കൂടി തുറന്നുകൊടുത്തതോടെ നിലവിലെ ഗതാഗതക്കുരുക്ക് പ്രശ്നത്തിനും പരിഹാരമായി. ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ബസ് സർവീസും സർവീസ് പാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു.
അതേസമയം എന്തെങ്കിലും കാരണവശാൽ വലിയ വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അത് അനുവദിക്കുകയില്ലെന്നും പൊതുജനത്തെ അണിനിരത്തി തടയുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ഇതിൻ്റെ സർവീസ് റോഡ് ഇവിടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് രാവിലെ വന്ന് പരിശോധിക്കുകയും അവർ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇതുകൂടെ വിടുന്നുള്ളൂ എന്നുള്ളതും ഈ ഒരു കാര്യം അവർ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും വലിയ വാഹനങ്ങൾ ഇതിൽ ഓടാൻ വേണ്ടി പാടുന്നില്ല. അങ്ങനെ ആ രീതിയിൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ അതിന് ശക്തമായിട്ട് എതിർപ്പുണ്ടാവും. അതിന് ശക്തമായിട്ട് ഞങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിക്കും. വലിയ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട വിരിച്ചതിൻ്റെ മേലെ വലിയ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ ഈ റോഡ് 10 ദിവസത്തിന് കൂടുതൽ നിൽക്കില്ല. 10 ദിവസം കൂടി നിലനിൽക്കില്ല. ഞങ്ങൾ വന്ന് പരിശോധിച്ചപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. കോൺക്രീറ്റ് ഒന്നും വളരെ ഇന്നലെ രാത്രി ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് MLAക്കോ MP ക്കോ ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്തതാണ്. അതിവിടെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. ന്യൂസ് സെന്റർ ഷൊർണൂർ. RSS അജണ്ടകൾക്കെതിരെയുള്ള പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ ഓർമ്മകളെന്ന് കോഴിക്കോട് കേളുവേട്ടൻ പഠന കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ഓർമ്മയും പ്രതിരോധവും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KT കുഞ്ഞിക്കണ്ണൻ. ഇന്ത്യയെ ബ്രാഹ്മണാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള RSS അജണ്ടകൾക്കെതിരെയുള്ള പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ സ്മൃതികളെന്ന് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ജസീർ ഷാ തന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും അറിഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ കേരളത്തിലേക്ക് വന്നാൽ എന്താണ് കക്കയം, മാലൂക്കുണ്ട്, ശസ്തമംഗലം തുടങ്ങിയിട്ടുള്ള സ്ഥലനാമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിൽക്കുന്നതിൻ്റെ പേരിലാണ്. ശാസ്താമംഗലത്തെ അല്ല, ആ ശാസ്താമംഗലം കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ്. വാക്കര വിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജയറാം പണിക്കറിന്റെയും മുരളീകൃഷ്ണദാസിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉരുട്ടിക്കുന്നത്. കക്കയത്തെ KCയുടെ ഇൻസ്പെക്ഷൻ നൽകാറ് അത് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് RIC വിദ്യാർത്ഥിയായിരുന്ന സഖാവ് രാജൻ P. രാജന് കാര്യമായ രാഷ്ട്രീയമുണ്ട്. ഒരു കലാ പ്രവർത്തകൻ, നാടക തിയേറ്ററായിരുന്നു. പൂക്കാസ മേഖലാ പ്രസിഡന്റ് U. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അടിയന്തരാവസ്ഥ തടവറയോർമ്മകൾ എന്ന വിഷയം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു അവതരിപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ പാർട്ടി പ്രവർത്തനം എന്ന വിഷയത്തിൽ പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം E. രാമചന്ദ്രൻ സംസാരിച്ചു. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ CP ചിത്രഭാനു, E. രാമചന്ദ്രൻ എന്നിവരെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി ആദരിച്ചു. രാജീവ് പിള്ളത്ത്, ജയകൃഷ്ണൻ വല്ലപ്പുഴ, MP സുബിത, നന്ദിനി മോഹൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. MD ദാസൻ, MP സബിത തുടങ്ങിയവർ അടിയന്തരാവസ്ഥ വിരുദ്ധ കവിതകൾ ആലപിച്ചു. മേഖലാ സെക്രട്ടറി DB രഘുനാഥ് സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ IM സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ KSEB കരാർ ജീവനക്കാരന് ഷോക്കേറ്റു. ഷോക്കേറ്റ ജീവനക്കാരന്റെ നില ഗുരുതരമാണ്. ഓട്ടുപാറയിൽ കനാൽ നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് ജീവനക്കാരനാണ് ഷോക്കേറ്റത്. കൊടുമ്പ് സ്വദേശി 39 വയസ്സുള്ള പ്രസാദ് എന്നയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രസാദിൻ്റെ നില ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി കരിയംകോട്ടിൽ കർഷകനെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കരിയംകോട് ചെമ്പരത്തിയംപറമ്പ് വീട്ടിൽ 57 വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടത്. രാത്രി ഏറെയായിട്ടും തിരിച്ചുവരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് കൃഷിയിടത്തിലെ ചാലിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ച മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം വെള്ളത്തിൽ കവിഴ്ന്നു വീണ് ചേറും ചളിയും ശ്വാസകോശത്തിൽ പ്രവേശിച്ചതാണെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൈദ്യുതി മേഖലയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന്
ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലത്ത് നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണം KSEBയുടെയും സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥതയാണെന്നും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും AKLWA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷമായി KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSERC, തൊഴിൽ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾക്ക് നൽകിയ നിവേദനങ്ങളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. നമ്മൾ ഇതുവരെയും നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ വലിയ നിരാശയാണ് സത്യത്തിൽ ഇതിന്റെ ഭാരവാഹികളായ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾ നിരവധി വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് ഇതിപ്പോ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ KSEB ആയതും വേണ്ടില്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയതും വേണ്ടില്ല, വകുപ്പ് തലത്തില് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാധരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസർ അനിൽകുമാർ, ഭാരവാഹികളായ ബാബുരാജ്, ഷിഹാബ് കോടക്കൽ, സിറാജുട്ടി, രഘുനാഥ്, അഷ്റഫ് അമ്പാടി, ദിലീപ് ഇറ്റിക തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി സ്വാഗതവും സെക്രട്ടറി സുധാകരൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗൻമോഹൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാലിന്യ നിക്ഷേപം തടയുക എന്ന ലക്ഷ്യത്തോടെ അമ്പലപ്പാറയിൽ നിരീക്ഷണ ക്യാമറകൾ മിഴി തുറന്നു. ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. 2024-2025 വാർഷിക പദ്ധതിയിൽ ജോയിന്റ് വെഞ്ചർ പ്രൊജക്റ്റായി 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ നമ്മുടെ ബഹുമാനായ മെമ്പർ സൂചിപ്പിക്കേണ്ടായി അധ്യക്ഷൻ ക്യാമറകൾ 4 വീട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. മെയിൻ പ്രദേശത്ത് അതിൽ ഒരെണ്ണം വരാണ്ട് അത് വന്നിട്ടില്ല. അത് ആവുമ്പോഴേക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ, വേറെ എന്തൊക്കെ ചില നോംസ് കൊണ്ടുവന്നതുകൊണ്ട് അതിൻ്റെയും കൂടി ആ പശ്ചാത്തലത്തിലാണ് അത് സ്ഥാപിക്കാൻ കഴിയും. 3 വെച്ചപ്പോഴേക്കും മാറുകയാണ് നിയമങ്ങൾ. ഇപ്പം എല്ലാം ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് കുറച്ച് ദിവസം നീട്ടി വെച്ചത്. പക്ഷേ ഇത് വെക്കാൻ ഇനി വന്നത് വെക്കുക, ആദ്യം വെക്കുന്നത് കാഞ്ഞിരപ്പുഴ ആയിരിക്കുക, അല്ല കാഞ്ഞിരക്കടവ് ആയിരിക്കുക എന്നുള്ളത് തീരുമാനമെടുക്കാനുള്ള ഒരു പ്രധാന കാരണം നിങ്ങളുടെ മെമ്പർ തന്നെയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്മിത, വാർഡ് മെമ്പർമാരായ PU വിനീത, T. ഗ്രീഷ്മ, KT ഷമീർ, K. കൃഷ്ണപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. മേലൂർ മഹാളിക്കാവ്, ഉണ്ണിവൈദ്യർപടി, കാഞ്ഞിരക്കടവ് പാലത്തിന് സമീപം അകവണ്ട, കമ്പംകൂടം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. അകവണ്ട വാർഡിലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം RS റോഡിലെ പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ നഗരസഭ സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. പ്രദേശത്ത് റെയിൽവേ മതിൽ നിർമ്മാണം തടയാൻ സമരവുമായി മുന്നിട്ടിറങ്ങിയ CPM പ്രശ്നപരിഹാരത്തിന് അവർ ഭരണത്തിലുള്ള നഗരസഭ എന്തു ചെയ്തെന്ന് വ്യക്തമാക്കണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് റെയിൽവേ മതിൽ നിർമ്മാണം നടത്തുമെന്നറിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നറിഞ്ഞ് രാജ്യസഭാ MP രാധാ മോഹൻദാസ് അഗർവാളിനെ സ്ഥലത്ത് എത്തിച്ച് റെയിൽവേ ബോർഡ് ചെയർമാനെ കൊണ്ട് BJP താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ശാശ്വത പരിഹാരത്തിനായി ഒറ്റപ്പാലം നഗരസഭ ഒന്നും ചെയ്തില്ലെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. MLAയും MPയും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ പ്രദേശത്തെ വീടുകളുടെ നികുതി നഗരസഭ കാലങ്ങളായി കൈപ്പറ്റുകയും റവന്യൂ വകുപ്പ് ഭൂനികുതി ഈടാക്കുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ സമരവുമായി മുന്നിട്ടിറങ്ങിയ CPM അവരുടെ ഭരണത്തിലുള്ള മുനിസിപ്പാലിറ്റി പ്രദേശവാസികളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നും പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. RS റോഡിലുള്ള പള്ളം പ്രദേശത്ത് ഉള്ള 50ഓളം കുടുംബങ്ങൾ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെ റെയിൽവേ പുതുതായിട്ട് എല്ലാ ഭാഗങ്ങളും നടത്തുന്ന മതിൽപ്പണിയുടെ ഭാഗമായിട്ട് ഇവർക്കുള്ള വഴി കൊട്ടിയടക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ അടിയന്തരമായി ഇടപെട്ട് അതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി അതിൽ ഇടപെടാതെ പാർട്ടി നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഒരു സമരം നടത്തിയാൽ അത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമേ ഉതകുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇവിടെ മതിൽ പണിയുന്നു എന്നുള്ള വിഷയം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നതല്ല. 1 വർഷം മുന്നേ ഈ കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുണ്ടായപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ MP-യുമായിട്ടുള്ള രാധാ മോഹൻദാസ് അഗർവാള് ഈ സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ റെയിൽവേ ബോർഡ് ചെയർമാനെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി മതിൽ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. അന്ന് തന്നെ റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഇത് താൽക്കാലികമായി നിർത്തിവെക്കലാണ്. ഇതിന് പരിഹാരം കാണാൻ മുനിസിപ്പാലിറ്റി അടിയന്തരമായി ഇടപെട്ടാൽ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ടാൽ ഇത് പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ മതിൽ നിർമ്മാണം നിർത്തുമെന്നുള്ളതല്ല. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ പകരം ഒരു സംവിധാനം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരാണ് റെയിൽവേയുമായി സംസാരിച്ച് പരിഹാരം കാണേണ്ടത്. അതിനുള്ള ഫണ്ട് നീക്കിവെക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാവേണ്ടി വരും. റെയിൽവേ മതിൽ കെട്ടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ സംവിധാനം സുതാര്യമാക്കാൻ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടം മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത്. ലക്കിടി പഞ്ചായത്തിലും വാണിയംകുളത്തും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ക്രിയാത്മക പരിഹാരം കാണുന്നതിനു പകരം സമരപ്രഹസനം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ല വേണ്ടതെന്നും പി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുകയാണ് ആ പള്ളം പ്രദേശത്തും അതുപോലുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഇവർക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതിന് പകരം റെയിൽവേയിലേക്ക് മാറ്റി നടത്തിയതുകൊണ്ട് ഇതിനൊരു പരിഹാരമാവില്ല, സമരം ചെയ്തുകൊണ്ട് ഒരു പരിഹാരമാവില്ല. ഇത് റെയിൽവേ ബോർഡിന്റെ തീരുമാനം സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇടപെടാതെ ഞങ്ങൾ അന്ന് രാധാമോഹൻദാസ് അഗർവാൾ പോയി അതിന് ശേഷം ഇതിൽ ഒരു ഇടപെടലും മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഒരു നീക്കവും നടന്നിട്ടില്ല, MLA ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടന്നിട്ടില്ല, അതേപോലെ തന്നെ MP-യുടെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു ഇടപെടലും നടന്നിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് പാസേജ് ഉണ്ടാകുമായിരുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു, ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്തുകളൊക്കെ ഇതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അതിന് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ ഫണ്ട് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടതായുള്ള ഫണ്ട് നീക്കിവെക്കാൻ MLA-യും MP-യും തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാത്തതിനെതിരെ BJP കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ലെന്നും സ്ഥലത്തെത്തിയ BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ ഷൊർണൂർ ടൗണിലെത്തുന്നവർ പ്രാഥമികാവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്ത സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം പോലും ആരംഭിക്കാൻ കഴിയാത്ത ഷൊർണൂർ നഗരസഭ ഭരണസമിതി വൻ പരാജയമാണെന്ന് സ്ഥലത്തെത്തിയ BJP നേതാക്കൾ ആരോപിച്ചു. അടച്ചിട്ടിട്ട് ഏതാണ്ട് 2 മാസത്തിന് മുകളിലായി. കഴിഞ്ഞ കൗൺസിലിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ കൃത്യമായി നഗരസഭാ ചെയർമാനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അടച്ചിട്ടത്, തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ STP അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്, അതിനുശേഷം ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറഞ്ഞത്. STP ഉദ്ഘാടനം ചെയ്തിട്ട് ദിവസങ്ങളായി ഇതുവരെ STP ഓപ്പൺ ആയിട്ടില്ല. നഗരസഭയിലെ ശൗചാലയം ഓപ്പൺ ചെയ്തു കൊടുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇത് വലിയ പരാജയം മാത്രമല്ല, ഇവിടെ സ്വച്ഛ ഭാരതിന്റെ അതായത് ശുചിത്വ മിഷന്റെ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നഗരസഭ ഇവിടുത്തെ ആളുകൾ ഇന്ന് ബസ്സിലെ ജീവനക്കാരടക്കം ഇവിടുത്തെ സാധാരണക്കാരടക്കം ഇവിടെ മതിലിനോട് വർത്താനം പറഞ്ഞ് കാര്യം സാധിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാര് കണ്ണും പൊത്തി കാര്യം സാധിച്ചു പോകേണ്ട അവസ്ഥയിലേക്കാണ് ഷൊർണൂരിൽ നടക്കുന്നത്.
ഷൊർണൂർ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന വാഗ്ദാനവുമായി 1,10,00,000 രൂപ ചെലവിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിനകത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇക്കഴിഞ്ഞ 3-നാണ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും കെട്ടിടം നോക്കുകുത്തിയായെന്നും 1,10,00,000 രൂപ പാഴാവുന്ന അവസ്ഥയാണെന്നും BJP ആരോപിച്ചു. 1,10,00,000 രൂപ ചെലവാക്കി ഉണ്ടാക്കിയ STP തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വൻ പരാജയമാണ് ഷൊർണൂർ നഗരസഭയുടെ. ഷൊർണൂർ നഗരസഭ ഭരണസമിതിയുടെ വലിയ പരാജയത്തിന്റെ വലിയ മകുടോ ഉദാഹരണമാണ് ഈ STP എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാം. ഇത് ഓപ്പൺ ചെയ്താൽ, അതായത് STP ഓപ്പൺ ചെയ്താൽ ഇത് തുറന്നു കൊടുക്കാന്നാണ് അന്ന് പറഞ്ഞത്. ഇത് STP ഓപ്പൺ ചെയ്തിട്ടല്ലല്ലോ പണ്ട് കാലങ്ങളിൽ ഇത് തുറന്നത്. ഇതല്ലല്ലോ, STPയുടെ പേര് പറഞ്ഞിട്ട് ഈ ശൗചാലയം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള അപാകതകളുണ്ട്. STP തുറന്നതിൽ മാത്രമല്ല, STP ഉണ്ടാക്കിയതിൽ എല്ലാത്തിലും വലിയ അപാകതയുണ്ട്. ഷൊർണൂർ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മാണത്തിൻ്റെ പേരിലാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടത്. ഉദ്ഘാടനത്തിന് ശേഷം തുറന്നേക്കുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞിരുന്നു. എന്നാൽ ആളുകളുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് നഗരസഭാ ഭരണസമിതി നടത്തുന്നതെന്നും BJP ആരോപിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സർക്കാരിന്റെ അവഹേളനം സഹിക്കേണ്ട ഗതികേടിലാണ് CPM അനുകൂല സംഘടനകളെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം. പാലക്കാട് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യവും പൗരാവകാശവും സംരക്ഷിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കൊപ്പമാണ് KSSPA. കുത്തുകൊണ്ട കത്തുവിവാദത്തിൽ മുഖ്യമന്ത്രിയും CPM നേതാക്കളും മൗനം തുടരുന്നത് കൊള്ള പുറത്തുവന്ന ജാള്യത കൊണ്ടാണെന്നും TS സലീം പറഞ്ഞു. പൗരാവകാശങ്ങൾ ധ്വംസിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ ജീവിതമാർഗവും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത്. ഇനി ഭരണം അവസാനിക്കുവാൻ വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. 9 മാസങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഗവൺമെന്റ് ഇവിടെ നിലവിൽ വരും. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ച ഒരു ഭരണകൂടം കേരളം ഭരിക്കുന്നത്. 2024 ജൂലൈ മാസം 1-ാം തീയതി നമുക്ക് പുതിയ പെൻഷൻ തരേണ്ട ഗവൺമെന്റ് 2025 ജൂലൈ 1 പോലും ഒരു പെൻഷൻ കമ്മീഷനെ നിയമിക്കുവാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും അവരുടെ പാർട്ടിക്കാർക്കും വേണ്ടി മാത്രമാണ് ഭരിക്കുന്നതെന്ന് ഇതിൽ പരം ഒരു തെളിവ് ഇന്ന് നമുക്ക് ഹാജരാക്കുവാനില്ല. KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ C ബാലൻ, TV ഗംഗാധരൻ, പോൾ, വാസന്തി, ഗ്രേസി, കൊച്ചുത്രേസ്യ, ആലീസ്, ജമീല, ഓമന ഉണ്ണി, രാധാമണി, ബാലകൃഷ്ണൻ, മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനധികൃത വഴിയോര കച്ചവട കേന്ദ്രങ്ങളും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടി കടുപ്പിച്ച് ഷൊർണൂർ നഗരസഭ. ശ്രദ്ധയിൽപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കാൻ തുടങ്ങി. നഗരസഭാ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനധികൃത വഴിയോര കച്ചവട കേന്ദ്രങ്ങളും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഷൊർണൂർ നഗരസഭ. നഗരസഭാ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തിയ ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നഗരപരിധിയിലെ വഴിയോര കച്ചവടക്കാരുടെ ഉന്തുവണ്ടികളും തട്ടുകടകളും കച്ചവടം ചെയ്യുന്നതും അല്ലാത്തതും കാടുപിടിച്ച് വൃത്തിഹീനമായി കിടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നഗരസഭാ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നതും അനധികൃതമായി വലിച്ചുകെട്ടലുകൾ ഉള്ളതും വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നതുമായ വഴിയോര കച്ചവട തട്ടുകടകൾ, ബങ്കുകൾ എന്നിവയാണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, ശ്രീവിലാസ്, ലിഷ, ജോർജ്, രോഹിണി എന്നിവരാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യ സർഗശേഷിയെ കുറച്ചുകൊണ്ടുവരുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ ഉണ്ണികൃഷ്ണൻ. പാലക്കാട് പ്രസ് ക്ലബിന്റെ ഫോട്ടോഗ്രാഫി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മനുഷ്യനിർമ്മിതിയോളം ഭാവങ്ങൾ AI-യിൽ കാണാനാവില്ലെന്നും പ്രിയ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് പ്ലാറ്റ്ഫോംസ്
കുറച്ച് നാളായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൃഷ്ടികൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സൃഷ്ടികൾ അതിൻ്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഇത് AI ചെയ്തതാണോ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്കായെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും അതൊക്കെ ഒരു ത്രെട്ടനാണ് അപ്പോൾ ആ ഒരു ഭീഷണിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് ഈ രംഗത്ത് നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ChatGPT ഇപ്പോൾ വന്ന പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻസ് അതുപോലെ എന്ത് ഡീപ്പായിട്ടുള്ള സ്റ്റഡീസും എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മളുടെ ബ്രെയിൻ വർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മീൻസ് ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് വേണ്ടാത്തൊരു സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന സ്വതന്ത്ര മാധ്യമ ഫോട്ടോഗ്രാഫർ അയ്യപ്പ കൃഷ്ണൻകുട്ടിയെയും ജില്ലയിലെ മാധ്യമ ഫോട്ടോഗ്രാഫർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ശ്രീലങ്കയിലെ LTTE കാലം, വീരപ്പൻ വേട്ട, കേരള തമിഴ്നാട് നദീജല തർക്കം ഉൾപ്പെടെയുള്ള ഫോട്ടോ പകർത്തൽ കാലങ്ങളുടെ അനുഭവം കൃഷ്ണൻകുട്ടി പങ്കുവച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനേഷ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ പുതിയതായി റെയിൽവേ സ്ഥാപിച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. ഇതേ തുടർന്ന് ഇവിടെ ബൈക്കുകൾ വീഴുകയും മറ്റ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും വാഹനങ്ങൾ ഓടിക്കുന്നവർ പരാതി പറയുന്നു. 2 ദിവസം മുൻപാണ് ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന റൂട്ടിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വാഹനങ്ങൾ മെല്ലെ പോകുവാൻ വേണ്ടി റെയിൽവേ അധികൃതർ സ്പീഡ് ബ്രേക്ക് സംവിധാനം സ്ഥാപിച്ചത്. എന്നാൽ പൈങ്കുളം ഭാഗത്തു നിന്ന് ചെറുതുരുത്തി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് 2 ഹമ്പുകളുണ്ട്. എന്നാൽ ഇതുകൂടാതെയാണ് ടയറും പ്ലാസ്റ്റിക് പോലത്തെ വലിയ ഉയരമുള്ള ഹമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ല. കാരണം ഇതിൻ്റെ മുകളിൽ മറ്റു റിഫ്ലക്ഷൻ ലൈറ്റുകളോ മറ്റു സംവിധാനങ്ങളും റെയിൽവേ വെച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾ പെട്ടെന്ന് വന്ന് ബ്രേക്ക് ഇടുന്നതുകൊണ്ട് അപകടമുണ്ടാകുന്നത് പതിവാണ്. സമാന രീതിയിൽ തന്നെയാണ് ചെറുതുരുത്തിയിൽ നിന്ന് പൈങ്കുളം ഭാഗത്തേക്ക് വരുന്ന സ്പീഡ് ബ്രേക്കറിൽ വാഹനങ്ങൾ നിർത്തിയാൽ ബ്രേക്ക് ഡൗൺ ആയി എടുക്കേണ്ട ഗതിയും ഉണ്ടാകുന്നുണ്ട്. ബസ്സിൽ നിറയെ ആളുകളെ വെച്ച് വരുമ്പോൾ ഈ ബ്രേക്ക് ഡൗൺ മറികടക്കുമ്പോൾ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് ബസ് കണ്ടക്ടർമാർ പറയുന്നു. ഓൾറെഡി ഇവിടെ 2-3 ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഇത് വണ്ടി അത്രയും ഫിക്സ് ലോഡായിട്ടാണ് പിള്ളേരെയും വെച്ചിട്ട് പോകുന്നത്. ചാടുമ്പോൾ നമുക്ക് ലീഫിനൊക്കെ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കാൻ. എന്നാൽ റെയിൽവേ ചെയ്തത് നല്ല കാര്യമാണെന്നും ഇരുചക്ര വാഹനങ്ങളെ പോലുള്ള വാഹനങ്ങൾ സ്പീഡിൽ വരുന്നത് തടയാനുള്ള സംവിധാനമാണ് റെയിൽവേ ചെയ്തിരിക്കുന്നതെന്നും ഇത് ഒന്നുകൂടി ചെറുതാക്കി വെക്കേണ്ടതായിരുന്നുവെന്നും ഇത് വളരെ ഉയരം കൂടിയതുകൊണ്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും റെയിൽവേ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് സംഭവം വെച്ചിട്ടുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഈ സ്പീഡ് കൂടുതൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ആണെന്നുണ്ട് വെച്ചാൽ കുറച്ചും കൂടി ഇത് യൂസായിരുന്നു. നമുക്ക് പൊതുവേ ഈ റോട്ടിൽ നമുക്ക് സ്പീഡ് പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റിൽ കൂടുതൽ റെയിൽവേ ഗേറ്റ് തുറന്ന് കിടക്കുന്ന സാഹചര്യമില്ല. പിന്നെ എപ്പോഴും വണ്ടികൾ ഇതേപോലെ ബ്ലോക്കായിരിക്കും. ഈ ബ്ലോക്കുള്ള ടൈമിൽ ഈ പറയുന്ന പോലെ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യകത ഇല്ല. ഇനി ഉണ്ടെങ്കിൽ കൂടിയും ഇത്ര ഹൈറ്റ് വേണമെന്നായിരുന്നു അതിൻ്റെ ഒരു ഇത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ചെമ്പൈ സ്മാരക ഗവൺമെന്റ് സംഗീത കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ തൊടുപുഴ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഗീത കുലപതി ശ്രീ ചെമ്പൈ സ്വാമികളുടെ ചെമ്പൈ സംഗീതോത്സവത്തിനോടനുബന്ധിച്ച് തന്നെ സുവർണ ജൂബിലി 1 വർഷം കൊണ്ടാടുകയാണ് ഗുരുവായൂർ ദേവസ്വം. അതിൻ്റെ ഒരു ഭാഗമാകാൻ നമ്മുടെ കോളേജ് കഴിഞ്ഞ് തന്നെ ഒരു സുവർണ അവസരമായിട്ട് ഞാൻ കരുതുകയാണ്, നമ്മളെല്ലാവരും കരുതുകയാണ്. ചെമ്പൈ സ്വാമികളുടെ ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ കോളേജ് തന്നെയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പാണ് ചെമ്പൈ ഗ്രാമത്തിൽ നടന്നത്. സെമിനാറിൻ്റെ ഉദ്ഘാടനം നമ്മുടെ കോളേജ് തന്നെയാണ്. അപ്പം ഇവിടുന്ന് ഇപ്പം ചെമ്പൈ സ്വാമികൾ നോക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവ് ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിശിഷ്ടാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, ആനയടി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ ജോർജ് S പോൾ പ്രബന്ധം അവതരിപ്പിച്ചു. ഡോക്ടർ പ്രശാന്ത് കൃഷ്ണ മോഡറേറ്ററായിരുന്നു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഈ സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു. ദേശമംഗലം കറ്റുവട്ടൂർ പുറശ്ശേരിപ്പടി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോവുണ്ടാവും. പോയി കഴിഞ്ഞിട്ടും വീണു. പിന്നെ ടിവിയൊക്കെ കഴിഞ്ഞു. വേറെ എന്തൊക്കെ സാധനങ്ങളാണ് വീട്ടിൽ കേടുവന്നിരിക്കുന്നത്? ടിവി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെയോ? ഇവിടെ ആരൊക്കെ ഉള്ളത്? ആരും പോകുന്നില്ല. അതെ. വീട് കത്തിയതോടെ കിടപ്പാടം നഷ്ടപ്പെട്ട് അന്തിയുറങ്ങാൻ ഇടമില്ലാതെ കഴിഞ്ഞ കുടുംബത്തിന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ കൈത്താങ്ങിൽ കിടപ്പാടം ഒരുങ്ങുന്നു. മണ്ണൂർ 5-ാം വാർഡ് കോഴിച്ചുണ്ട ബാലകൃഷ്ണൻ സുജ ദമ്പതികൾക്കാണ് കിടപ്പാടം ഒരുങ്ങുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലം വീട് പൂർണ്ണമായും കത്തിയത്. ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. കൂടാതെ വസ്ത്രങ്ങളും കത്തിനശിച്ചതോടെയാണ് ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ പ്രയാസത്തിലായത്. സംഭവമറിഞ്ഞ വാർഡംഗം കൂടിയായ അൻവർ സാദിഖ് സ്ഥലത്തെത്തി ഇവരുടെ ദുരിതകഥ കണ്ട് കിടപ്പാടമൊരുക്കാൻ പഞ്ചായത്ത് അംഗം തയ്യാറാവുകയായിരുന്നു. ആ കത്തി നശിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെയധികം വിഷമം തോന്നുകയും അവർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും അവർക്കുണ്ടാക്കി കൊടുക്കാം എന്ന്, പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഫലമായാണ് ഈ വീടിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായാലും അവരുടെ കൂടെ ഏത് വിഷമഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കർത്തവ്യം. വർഷങ്ങളായി ഇവർ ഷെഡിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ലൈഫ് പദ്ധതിയിൽ പേര് വന്നിട്ടുണ്ടെങ്കിലും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. സ്വന്തം കയ്യിൽ നിന്നും തുക ചിലവഴിച്ചാണ് വാർഡംഗം കിടപ്പാടം ഒരുക്കുന്നത്. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹത്തോടെ ഒരുപാട് നന്ദിയുണ്ടെന്നും ദമ്പതിമാർ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാത്തിരുന്നത്. ഇതുവരെ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോവാതെ കിട്ടും എന്ന് വെച്ചിട്ട് തറയിട്ട് ഞങ്ങൾ 3 വർഷം കഴിഞ്ഞ് കാത്തിരിക്കുന്നു. എന്നിട്ടും ഇപ്പോൾ ഇതിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞിങ്ങനെ പോവായിരുന്നു. എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ, അടുത്ത പ്രാവശ്യം എങ്ങനെ കിട്ടും. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട്, ഒരു ഷോർട്ട് സർക്യൂട്ട് മുന്നേ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോയത്. അന്ന് എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ അറിയാതെ വന്ന് എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വാർഡ് മെമ്പറായ അൻവർ സാദിഖാണ് അതിന് ഒന്നും വിഷമിക്കേണ്ട, പേടിക്കേണ്ട, എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വീട് ശരിയാക്കി തരികയാണ്. താൽക്കാലികമായി താമസിക്കാൻ അത് എത്ര ആയാലും ഞങ്ങൾക്ക് ഒരു വീടാവുന്നത് വരെ അതിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടി ഉണ്ടാക്കി തരികയാണ്. ഞങ്ങൾക്ക് അതിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിലെ 5-ാം വാർഡിൽ ഉൾപ്പെട്ട കുളപ്പള്ളി മേൽമുറി കോളനിയിലെ പാത ശുചീകരിച്ചു. BJP മേൽമുറി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് വൃത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കുത്തനെയുള്ള ഈ പാതയിൽ വരിവെള്ളമൊഴുകി പൂപ്പൽ പിടിച്ചിരുന്നു. ഇവിടെ യാത്രക്കാർ വഴുക്കി വീഴുന്നത് പതിവായ സാഹചര്യത്തിലാണ് BJP മേൽമുറി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ച് വഴുക്കൽ നിറഞ്ഞ റോഡ് ശുചീകരിച്ചത്. ഇതോടെ കാൽനടയാത്രയ്ക്കൊപ്പം ഗതാഗത ക്ലേശത്തിനും പരിഹാരമായി. മുൻ വാർഡ് കൗൺസിലറും BJP മണ്ഡലം സെക്രട്ടറിയുമായ MK വിപിൻനാഥ് ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് വിനോദ്, ജനറൽ സെക്രട്ടറി നിഷ സുദേവൻ, ബൂത്ത് പ്രസിഡന്റ് KK മനോജ്, മെബിൻ മോഹൻ, സുദർശൻ, അനുശാഖ്, C ശരത്, സജിനി മണികണ്ഠൻ, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പള്ളിപ്പടി തറ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനായത് മുസ്ലിം ലീഗ് നടത്തിയ സമരത്തിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് VM അൻവർ സാദിഖ്. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പടിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അൻവർ സാദിഖ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചാടിയിറങ്ങുന്നവർ ആരായാലും റോഡിന്റെ പിതൃത്വം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ലെന്നും തുടർന്ന് അൻവർ സാദിഖ് പറഞ്ഞു. അതൊന്നും ഇപ്പോഴൊന്നും നടക്കില്ല, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കണം, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. നിങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് ഇന്റർലോക്ക് ഇടണം അവിടെ. അതുപോലെ തന്നെ ഈ സ്ലാബ് ഇടണമെന്ന് പറയുമ്പോ ഞാൻ പഞ്ചായത്ത് ബോർഡിൽ പറഞ്ഞു, എയിനോട് പറഞ്ഞു, ഇതിലിങ്ങനെ വെറുതെ സ്ലാബ് ഇട്ട് പോയത് കൊണ്ട് കാര്യമില്ല. പഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പർ പൊട്ടനായതുകൊണ്ടല്ല ഇതിന് സ്ലാബിന് എസ്റ്റിമേറ്റ് എടുക്കാതിരുന്നത്. ഈ സ്ലാബിന് എസ്റ്റിമേറ്റ് എടുക്കണമെങ്കിൽ ഈ ചാല് പുനർനിർമ്മിക്കണം. ഇത് ഇടുങ്ങിയ ചെറിയൊരു ചാലാണ്. മണ്ണൂർ കിഴക്കുംപുറം പള്ളിയുടെ പള്ളി കമ്മിറ്റി കാലങ്ങളായി പറയുന്ന ആവശ്യമാണ്. ഈ PWD റോഡിലൂടെയുള്ള ചാലിലെ വെള്ളം ഈ ചാലിലൂടെ പോയി പള്ളിത്തോടിയിലേക്ക് പോയി
കവറിടിയുന്നു എന്നുള്ള പരാതി നിരവധി കാലങ്ങളായി പള്ളി കമ്മിറ്റികളിലും. കെ എം അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പി യു റജുല, പി യു ഹക്കീം, സൈഫുദ്ദീൻ ഷഫീർ, ഒ ബി ഫാസിൽ, പി യു നൂരിഷ, മുഷ്ദിഖ് എന്നിവർ പങ്കെടുത്തു. കെ പി മുനീർ സ്വാഗതവും സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തരിപ്പാല. കോട്ടായി കുടുംബശ്രീ CDSന്റെ സമുന്നതി പദ്ധതി പ്രകാരം പൂക്കൃഷി ചെയ്തതിന്റെ വിളവെടുപ്പ് നടന്നു. കല്ലോട് ഐശ്വര്യ JLG കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയതിന്റെ വിളവെടുപ്പാണ് ഓണക്കനി നിറപ്പൊലിമ വിളവെടുപ്പുത്സവം എന്ന പേരിൽ നടത്തിയത്. കുടുംബശ്രീ CDS സമുന്നതി പദ്ധതി പ്രകാരമാണ് പൂക്കൃഷി നടപ്പിലാക്കിയത്. വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കല്ലോട് ഐശ്വര്യ JLG കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയതിന്റെ വിളവെടുപ്പാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായ ഒരു ഇടപെടലാണ് കോട്ടായി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഭാഗമായി സമുന്നതിയുടെ ആർപിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംഘകൃഷിയിൽ അണിചേർന്നിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് ഈ ഓണക്കാലത്ത് ഒരു വരുമാനമുണ്ടാക്കാൻ കഴിയത്തക്ക വിധം ഇന്ന് ഈ കൃഷി വിളവെടുക്കാൻ പാകമായ രീതിയിലും ഓണം കഴിയുന്നത് വരെ വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലും നല്ല സ്ട്രെങ്ത്തുള്ള ചെടികളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ക്ഷേമകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, വികസനകാര്യ ചെയർമാൻ TR മഹേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറി മോൾ ജോൺ, കുടുംബശ്രീ സമുന്നതി സ്പെഷ്യൽ പ്രോജക്ട് മെന്റർ ശ്രുതി, സമുന്നതി RPമാരായ ശരണ്യ, ജീന എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ശാന്തകുമാരി സ്വാഗതവും കുടുംബശ്രീ അക്കൗണ്ടന്റ് സുമതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പാലക്കാട് നൂറണി പെരിക്കാരത്തെരുവ് ലളിതാംബിക മാരിയമ്മൻ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷത്തിന് തുടക്കമായി. പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഭദ്രദീപം തെളിഞ്ഞത്. വർഷാവർഷങ്ങളായി പാലക്കാട് നൂറണി പെരിക്കാരത്തെരുവ് ലളിതാംബിക മാരിയമ്മൻ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം വിപുലമായി നടത്തിവരാറുണ്ട്. ചതുർത്ഥി നാളിൽ മഹാ അന്നദാനവും വൈകിട്ട് 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളത്തുമുണ്ടാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു. അത്തം ചതുർത്ഥിക്കാണ് വിനായക ചതുർത്ഥി നമ്മൾ ഒന്നിച്ചു കൂടാറ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല സ്ഥലങ്ങളിലും ഗണേശന്മാര് വന്നു തുടങ്ങിയിരിക്കുകയാണ് അല്ലേ. വിഘ്നങ്ങളെല്ലാം മാറ്റുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഘ്നേശ്വരൻ, ആ വിഘ്നേശ്വരന്റെ പ്രതിബിംബങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ് കുമാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഗണേശൻ കണ്ണു തുറന്ന് അടയ്ക്കുന്ന ഒരു ഗണേശനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന ഒരു ഭഗവാനാണ് വിനായകൻ. മറ്റ് വിനായക വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണടച്ചു തുറക്കുന്ന ഗണേശ വിഗ്രഹമാണ് ഇത്തവണ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ദീപാരാധനയും പ്രസാദ വിതരണവും ഉണ്ടാകും. ചതുർത്ഥി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികളും വൈകിട്ട് സംഘടിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ, കൗൺസിലർ പ്രഭാമോഹനൻ, ഗുരുവായൂർ മുൻ മേൽശാന്തി ദേവദാസ് ഭട്ടതിരിപ്പാട്, വിനായക ചതുർത്ഥി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാജേന്ദ്രൻ മന്നാടിയാർ, സെക്രട്ടറി കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. CBSE സോണൽ 2 സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 22 മുതൽ 24 വരെ പാലക്കാട്ട് നടക്കും. വ്യാസവിദ്യാപീഠമാണ് ആദ്യമായി കേരളത്തിൽ നടക്കുന്ന സോണൽ സ്കേറ്റിംഗ് മത്സരം ഏറ്റെടുത്ത് നടത്തുന്നത്. 70 ഇനങ്ങളിലായി 3500ഓളം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് വ്യാസവിദ്യാപീഠം പ്രിൻസിപ്പാൾ A ചെന്താമരാക്ഷൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗത്ത് ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ 950 വിദ്യാലയങ്ങളിലുള്ള കായിക പ്രതിഭകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഓൺ റോഡ് മത്സരങ്ങൾ സ്റ്റേഡിയം പരിസരത്തെ റോഡിലും മറ്റ് മത്സരങ്ങൾ മാത്തൂർ തച്ചങ്കാട് റോളർ സ്പോർട്സ് അക്കാദമിയിലും നടക്കും. ആൺ പെൺ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരം നിയന്ത്രിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിലാണ്. വിജയികൾക്ക് നേരിട്ട് നാഷണൽ ഇവൻറ്റിലേക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും A ചെന്താമരാക്ഷൻ അറിയിച്ചു. 950ഓളം സ്കൂളുകളിൽ നിന്ന് 3500ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അത്
തിരുവനന്തപുരം റീജിയൻ, പൂനെ റീജിയൻ, കർണാടക റീജിയൻ. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, DU, ഡാമൻ, നാഗർ, അങ്ങനെ 7ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാർട്ടിസിപ്പൻസാണ്. 70 ഇനങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇതൊരു ഏകദേശം ഓരോ സ്കൂളിൽ നിന്നും ഒരു കോച്ചും ഒരു മാനേജർ ഉണ്ടാവും. പിന്നെ ഇത് കൂടുതലും ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് മെജോറിറ്റി പേരൻസും കുട്ടികളുമായിട്ടാണ് വരുന്നത്. ഒരു വലിയ 5000, 6000, 7000 പേര് മിനിമം അവിടെ ഇനാഗുറൽ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ ശരിക്കും പറഞ്ഞാൽ ഒരു മേളയാണ്. നമ്മളിപ്പോൾ സ്കേറ്റിംഗ് അത്ര അത്ലറ്റിക്സ് പോലെ പബ്ലിസിറ്റി ആയിട്ടില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ പബ്ലിസിറ്റി കൊടുത്ത് അതിനൊരു PRO P. ബേബി, വൈസ് പ്രിൻസിപ്പൽ AB രാമപ്രസാദ്, സെക്രട്ടറി അഡ്വക്കേറ്റ് P. ശ്രീനാഥ് ശങ്കർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറങ്ങളും കീടനാശിനികളും വ്യാപകമായി കണ്ടെത്തിയത് സംബന്ധിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ശക്തമായ നടപടിയുണ്ടാകാത്തതാണ് മായം ചേർക്കൽ തുടരാൻ കാരണമെന്ന് വ്യക്തമാണ്. മായം ചേർക്കുന്നവരെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാകുന്നില്ല. ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവർ ഇവിടെ സംരക്ഷിക്കപ്പെടുകയാണോ? മാറ്റൊലിയിലേക്ക്. എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ തന്നെ വ്യാപകമായിട്ടുള്ള ഭക്ഷ്യവിഷബാധകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ കലർന്നിരിക്കുന്ന മായങ്ങൾ തന്നെയാണ്. വളരെ വ്യാപകമായിട്ടുള്ള മായങ്ങളാണ് ഇതിൽ വരുന്നത്. പക്ഷേ നിലവിലെ സംസ്ഥാന സർക്കാരും നിലവിലെ അധികാരി വർഗങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഫൈൻ അടച്ചു വിടുകയാണ്. ആ സ്ഥാപനങ്ങൾക്കെതിരെ കാര്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇത് ഏത് വിഭാഗക്കാർക്ക് ബാധിക്കുന്നതാണെന്ന് അവർ പറയുന്നില്ല. മുളകുപൊടി എടുത്ത മായം, വെളിച്ചെണ്ണ എടുത്ത മായം, അരിപ്പൊടിയിൽ മായമില്ലാത്ത ഒരു സംഭവം ഇന്ന് കേരളത്തിന്റെ നിലവിലെ കച്ചവട സ്ഥാപനങ്ങളിൽ കാണാൻ വളരെ സാധ്യത കുറവാണ്. പക്ഷേ മാതൃകയായിട്ട് പല സംസ്ഥാനങ്ങളിലും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ മാതിരിയുള്ള സാധനങ്ങൾ നടപ്പിലാക്കി മായമില്ലാത്ത സാധനങ്ങൾ സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങുന്നുണ്ട്. പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യുവാനോ ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുവാനോ സർക്കാരുകൾ തയ്യാറാവുന്നില്ല. ഭക്ഷ്യവിഷബാധയ്ക്കെതിരെ സർക്കാർ നടപടിയെടുത്താൽ മാത്രമാണ്, മായങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുത്താൽ മാത്രമാണ് ഇത് പൊതുസമൂഹത്തിന് ഗുണകരമായി മാറുകയുള്ളൂ. സർക്കാർ അതിന് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറണമെന്നാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നീറ്റ് വരുമ്പോൾ തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ചായയിൽ തന്നെ നമുക്ക് രാവിലെ തന്നെ ഒരു മായം കലർത്തിയിട്ടുള്ളതാണ് നമുക്ക് ഒരു രാവിലത്തെ ഒരു ഭക്ഷണം തന്നെ ആ ഒരു ചായയിൽ പൊടി കലർത്തിയിട്ടോ അല്ലെങ്കിൽ മായം കലർത്തിയിട്ടുള്ളതും തരുമ്പോൾ നമ്മൾ ആ ഒരു ദിവസം തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിഷം കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സ്നാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും മായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ നമ്മൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഒരു നടപടി ഗവൺമെന്റിന് എടുക്കാൻ പറ്റണം എന്നാണ് പറയാനുള്ളത്. വരും തലമുറയ്ക്കും ഇതൊരു മാതൃകയാവട്ടെ. അല്ലെങ്കിൽ വരും തലമുറ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ എത്രയോ സ്നാക്സും കാര്യങ്ങളും കഴിച്ചുകൊണ്ടാണ് വീട്ടിലെ ഭക്ഷണത്തിൽ തന്നെ മായം കലർത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് നമ്മൾ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ വിശ്വാസം പോലും നമുക്ക് പറ്റാതെ അവർക്ക് വേറെ വിഷം വിളമ്പി കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അതിനെതിരെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. അങ്ങനെ വിഷം കലർത്തുന്ന പൊടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷം കലർത്തുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ കൈയോടെ തുടക്കത്തിൽ തന്നെ അത് കൂട്ടിക്കാൻ നോക്കുക. അത് വലുതായിട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് മുന്നേ കൂട്ടി അറിഞ്ഞുകൊണ്ട് അതിനെ നമുക്കത് നേരിടേണ്ടി വരികയാണ് നല്ലത്. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ രഹസ്യമാക്കി വെച്ച മലമ്പുഴയിലെ സാനിറ്ററി ലാൻഡ്ഫിൽ പദ്ധതിക്കാവശ്യമായ ഭൂമി പരിശോധിക്കാനെത്തിയ റവന്യൂ സംഘത്തെ തടഞ്ഞ് തിരിച്ചയച്ചു. ഉദ്യോഗസ്ഥരെ തടഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന്. വൻ പോലീസ് സന്നാഹമുണ്ടായിട്ടും റവന്യൂ സംഘത്തിന് സ്ഥലപരിശോധന ആരംഭിക്കാനായില്ല. പരിസ്ഥിതി വിരുദ്ധമായതുകൊണ്ടാണ് സർക്കാർ പദ്ധതി അതീവ രഹസ്യമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വിയ്യൂർ ജയിലിൽ സഹതടവുകാരന്റെ മർദ്ദനം. ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലത്തെ മർദ്ദിച്ചത് വധശ്രമക്കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന രഹിലാൽ. മർദ്ദനം നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേടാ എന്ന് ആക്രോശിച്ച്. ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ തന്നെ റദ്ദാക്കി. പ്രതിഷേധമുയർന്നത് ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലായിരിക്കെ
അനുപമ വിഷയത്തിൽ ഷിജു ഖാൻ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ. ഷിജു ഖാൻ പങ്കെടുക്കുന്ന സെഷൻ റദ്ദാക്കിയെങ്കിലും സാഹിത്യോത്സവത്തിന് ഡിവൈഎഫ്ഐ നേതാവ് എത്തിയേക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ. വളനംകുറിശി ROB നിർമ്മാണം രണ്ടാമത്തെ സർവീസ് റോഡും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രദേശത്തെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരം. ഭാരം കൂടിയ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടത്തിവിടരുതെന്നും ഇത്തരം വാഹനങ്ങൾ തടയുമെന്നും നാട്ടുകാർ. RSS അജണ്ടകൾക്കെതിരായ പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ ഓർമ്മകളെന്ന് കോഴിക്കോട് കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. ഒറ്റപ്പാലത്ത് പൂക്കാസ സെമിനാർ അടിയന്തരാവസ്ഥ ഓർമ്മയും പ്രതിരോധവും എന്ന വിഷയത്തിൽ. അനധികൃത വഴിയോര കച്ചവടത്തിനും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കുമെതിരെ നടപടി കടുപ്പിച്ച് ഷൊർണൂർ നഗരസഭ. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു തുടങ്ങി. നടപടി നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവിനെ തുടർന്ന്. സംസ്ഥാന സർക്കാരിന്റെ അവഹേളനം സഹിക്കേണ്ട ഗതികേടിലാണ് CPM അനുകൂല സംഘടനകളെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം. സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാക്കി. പാലക്കാട്ട് അസോസിയേഷൻ വനിതാ ഫോറം ശില്പശാല. വടക്കാഞ്ചേരിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ ഷോക്കേറ്റ KSEB കരാർ തൊഴിലാളിയുടെ നില ഗുരുതരം. പാലക്കാട് സ്വദേശിയായ തൊഴിലാളിയെ ഓട്ടുപാറ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോട്ടായി കരിയങ്കോട് കർഷകൻ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ. വൈദ്യുതി മേഖലയിൽ അപകടങ്ങളും മരണങ്ങളും പെരുകുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം. യോഗം ചേർന്നത് ഒറ്റപ്പാലത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.